ചെറായി പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂൾ പ്രവേശനോത്സവം ഗംഭീരമായി ആചരിച്ചു. വിദ്യാലയത്തിന്റെ പ്രവേശന കവാടത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നവാഗതരെ വിദ്യാർത്ഥികളെ ആനയിച്ചു. വിദ്യാലയ മുറ്റത്ത് വെച്ച് വിശിഷ്ടാതിഥികൾ നവാഗതരെ അക്ഷരത്തൊപ്പികൾ ധരിപ്പിച്ച് സമ്മാനങ്ങൾ നൽകി സമ്മേളന ഹാളിലേക്ക് നയിച്ചു. തുടർന്ന് നടന്ന പ്രവേശനോത്സവ പൊതുസമ്മേളനം പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ലെനി പുത്തൻവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജരും മഞ്ഞുമാത ബസിലിക്ക റെക്ടറുമായ റവറർ ഫാദർ ആന്റണി കുച്ചിങ്കൽ ആമോ പ്രഭാഷണവും സിപ്പി പള്ളിപ്പുറം പ്രവേശനോത്സവ സന്ദേശവും നൽകി. വാർഡ് മെമ്പർ അലക്സാണ്ടർ റാൽസൺ, പ്രധാന അധ്യാപകൻ സേവ്യർ പുതുശ്ശേരി, കൺവീനർ സീന ജോസഫ്, നിമ്മി ജോയി എന്നിവർ സംസാരിച്ചു. SSLC ഫുൾ A+ വിദ്യാർത്ഥികളെ ഗുഡ് സെന്റ് മേരീസ് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും മധുരപലഹാര വിതരണവും ഉണ്ടായിരുന്നു. രമണി അജയൻ, വാർഡ് മെമ്പർ ശ്രീ റാൽസൻ, പ്രവേശനോത്സവ സന്ദേശം നൽകുന്ന ബഹുമാനപ്പെട്ട സിപി സാർ, ഗുഡ് ചേർന്ന പ്രിയ കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. 2 മാസത്തെ വേനൽ അവധിക്കാലം കഴിഞ്ഞ് എല്ലാവരും ഇന്നത്തെ ഈ സമ്മേളനത്തിന് പങ്കുചേരുവാനായി എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, പ്രിയ അധ്യാപകരെ, മാതാപിതാക്കളെ, പ്രിയ വിദ്യാർത്ഥികളെ, PTA MPTA കമ്മിറ്റി അംഗങ്ങളെ, ഏറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി മറ്റൊരു അധ്യയന വർഷത്തിന് നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഓരോ അധ്യയന വർഷ ആരംഭവും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും ഒക്കെ മനസ്സുകളിൽ ഒളിമങ്ങാത്ത ഓർമ്മയായി എന്നും നിലനിൽക്കും. പ്രത്യേകിച്ച് ആദ്യമായി വിദ്യാലയത്തിലേക്ക് കടന്നു വരുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ തന്നെ മറക്കാനാവാത്ത ഒരു അനുഭവമായി, മധുരമുള്ള ഒരു ഓർമ്മയായി ഓരോ അധ്യയന വർഷാരംഭവും മാറും. നമ്മുടെയൊക്കെ വിദ്യാർത്ഥി ജീവിതത്തിലേക്ക് നമ്മൾ ഒന്ന് എത്തി നോക്കുമ്പോൾ തീർച്ചയായും നമുക്ക് മനസ്സിലാവും
എത്രമാത്രം സന്തോഷകരമായിരുന്നു ആ കാലഘട്ടമെന്ന്. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു കാലം, മധുരം നിറഞ്ഞ ഒരു കാലം, ഒരു കാലഘട്ടം. അതിന്റെ ഒരു ഓർമ്മകളിലൂടെയാണ് മാതാപിതാക്കളും മുതിർന്നവരും ഒക്കെ ഇപ്പോഴും കടന്നു പോകുന്നത്. കുട്ടികളാവട്ടെ, അവരാ ഓർമ്മ ഇനിയും താലോലിക്കാൻ തക്ക വിധത്തില് എങ്ങനെ ആസ്വാദ്യകരമാക്കാം എന്ന് ചിന്തിക്കുന്നു. SSLC പരീക്ഷയിൽ 82 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. 82 കുട്ടികളും വിജയിക്കുകയും 13 ഈ ദിവസത്തിന്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുകയാണ്. ഞാനിവിടെ ഇരുന്നപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിന്ത ഇതായിരുന്നു: നമ്മൾ എത്ര ഭാഗ്യം ചെന്നവരാണ്. നമ്മൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസം നിഷേധിക്കുന്ന രാഷ്ട്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. യുദ്ധവും മറ്റു കലാപങ്ങളുമൊക്കെ കൊണ്ട് വിദ്യാഭ്യാസം മുടങ്ങിപ്പോകുന്ന എത്രയോ വിദ്യാർത്ഥികളുണ്ട്. തങ്ങളുടെ സ്വപ്നങ്ങൾ കഴിഞ്ഞു പോകുന്ന എത്രയോ ആളുകൾ ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വലിയ അനുഗ്രഹമായി തോന്നുകയാണ്. ഇത്രയും സുന്ദരമായ ഒരു അന്തരീക്ഷം അത് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സർവേശ്വരനെ ആദ്യമായി നന്ദി അർപ്പിക്കുക. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ജീവിതത്തിന് പുരോഗതി ഉണ്ടാകുകയുള്ളൂ എന്നുള്ളത് സത്യമായ കാര്യമാണ്. സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യനൊരു ആമുഖം എന്ന ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വാചക പ്രകാരമാണ്: പ്രായപൂർത്തിയാകാതെ മരിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ് എന്ന്. അതിന് കാരണമായിട്ട് പറയുന്നത്, ഒരു കുട്ടി ജനിച്ചു വരുമ്പോൾ എന്തുമാത്രം എനർജിയോടുകൂടിയാണ് ഈ ലോകത്തിലേക്ക് വരിക. അവനൊക്കെ കരഞ്ഞുകൊണ്ട് അവന്റെ ജീവിതത്തിലെ എല്ലാ സർഗാത്മകതകളെയും പുറത്തെടുക്കുവാനുള്ള ശക്തിയോടുകൂടി കടന്നു വരുന്ന ഒരു കുഞ്ഞായിട്ടാണ് ഒരു മനുഷ്യൻ ജനിച്ചു വീഴുക. എന്നാൽ ഈ ലോകത്തില് 50, 60, 65, 70 വർഷങ്ങൾ കഴിയുമ്പോൾ അവൻ ചുരുങ്ങി അവന്റെ ഭവനത്തിൽ മാത്രം ഒതുങ്ങിക്കൂടി പേടിച്ച്, രോഗങ്ങളാൽ മറ്റും പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിത്തീരുന്നു. ഇപ്രകാരം പ്രായപൂർത്തിയാകാതെ മരിക്കുന്ന ഒരു ജീവിയായി മനുഷ്യൻ മാറുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഇന്ന് ഇവിടെ ഈ പ്രവേശനോത്സവത്തില് ആദ്യമായി സ്കൂളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ കൊച്ചുകുട്ടികളെ നോക്കുമ്പോൾ അവരുടെ ഉള്ളിലെ സർഗാത്മകതകളെ വളർത്തുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന എല്ലാ കഴിവുകളെയും നമ്മൾ പുറത്തു കൊണ്ടുവരിക. നമ്മുടെ സമൂഹത്തിനും ഈ ലോകത്തിനും സേവനം ചെയ്യുന്ന ഏറ്റവും അറിയപ്പെടുന്ന മക്കളായി ഇവർ തീരട്ടെ. നമ്മോടൊപ്പം ഇരിക്കുന്ന ഫുൾ A+ ലഭിച്ച വിദ്യാർത്ഥികള് ഇവർക്കൊരു പ്രചോദനമാകട്ടെ. ഇപ്രകാരം ഈ കുട്ടികളുടെ ഉള്ളിലെ സർഗാത്മകതകളെ വളർത്തിക്കൊണ്ടുവരാൻ ഈ കലാലയത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അധ്യാപകരെ, മറ്റ് രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇത് സൂചിപ്പിച്ചതുപോലെ സെന്റ് മേരീസ് സ്കൂൾ കഴിഞ്ഞിട്ട് എനിക്ക് ഈ പഞ്ചായത്തിൽ വേറെ ഏത് സ്കൂളുള്ളൂ. നമ്മളിവിടെ ഉദ്ഘാടനം ഞാൻ 10:30 ശ്രീരാജ് സാറിനോടൊക്കെ പറഞ്ഞത്. അപ്പൊ 10:30 എന്ന് പറഞ്ഞാൽ ഞാൻ SMS 10 മണിക്ക് എത്തണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 10 മണിക്ക് അവിടെ ചെന്ന് അവിടെ ഇതുപോലെ വേദിയിലേക്ക് കയറി കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങാൻ താമസിക്കും. അതുകൊണ്ട് ഞാൻ അവിടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാൻ ഇവിടെ സമയത്തിന് തുടങ്ങാൻ വേണ്ടിയാണ് നേരത്തെ എത്തിച്ചേർന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കുഞ്ഞുമക്കൾ, ഇവിടെ എത്തിച്ചേർന്ന കുഞ്ഞുമക്കൾക്ക് പള്ളിപ്പുറം പഞ്ചായത്തിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. ഞാൻ കൂടുതൽ സംസാരിക്കില്ല. നമ്മുടെ പൊതു വിദ്യാഭ്യാസ യജ്ഞം പദ്ധതിയിലൂടെ പൊതുവിദ്യാലയങ്ങൾക്ക് ഇന്ന് നമുക്ക് അഭിമാനിക്കാവുന്ന നേട്ടമാണ് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിന്റെ ഏറ്റവും ചുക്കാൻ പിടിക്കുന്ന അധ്യാപകർ തന്നെയാണ്. പ്രത്യേകിച്ച്
സാറിന്റെ നേതൃത്വത്തിൽ, PTA പ്രസിഡന്റ് നമ്മുടെ ലെനിൻ സാറിന്റെ നേതൃത്വത്തിൽ നല്ല അടക്കം ചിട്ടയോടും കൂടി എല്ലാ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്നുണ്ട്. പള്ളിപ്പുറം പഞ്ചായത്തിന്റെ അഭിമാനം കൂടിയാണ്. ഞാൻ ഏറ്റവും ആദ്യം സാറിനോട് ചോദിച്ചു, നമ്മൾ 100% ഈ പ്രാവശ്യം എത്തും എന്ന് ഉറപ്പുണ്ടായിരുന്നു. എങ്കിലും ഞാൻ വിളിച്ച് ചോദിച്ചു, നമ്മൾ 100% എന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ ആ ഒരു 100% എത്തിയെന്ന വാർത്ത നമുക്ക് കേൾക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഇരിക്കുന്ന കുട്ടികൾ, ഇപ്പുറത്തും ഇരിക്കുന്ന കുട്ടികൾ നമ്മുടെ അഭിമാനമാണ്. അവർ എല്ലാ വിഷയത്തിലും A+ വാങ്ങിക്കാൻ അവർക്ക് സാധിച്ചു. അത് ഈ സ്കൂളിന്റെ കഴിവ് തന്നെയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുമായി വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ വികാരി അച്ഛനാണെങ്കിലും മറ്റു സ്കൂൾ കോട്ടപ്പുറം രൂപതയാണെങ്കിലും അതോടൊപ്പം നമ്മുടെ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിട്ടാണ് നമ്മൾ സെന്റ് മേരീസ് സ്കൂളിൽ മുന്നോട്ട് പോകുന്നത്. അത് നമുക്ക് ഏറെ അഭിമാനമുണ്ട്. അതോടൊപ്പം നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ വളരുവാനും പഠിക്കുവാനും നമ്മുടെ രക്ഷിതാക്കൾ അവരെ സ്കൂളിലേക്ക് വിട്ട് കഴിയുമ്പോൾ സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ നമ്മളോട് ബാധ്യത തീർന്നു നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ അവര് എങ്ങനെയാണ് ആരോടൊക്കെ സംസാരിച്ചു, ആരൊക്കെ അവരോട് സംസാരിക്കുന്ന കാര്യവും അവരുടെ വേഗം എല്ലാം നമുക്ക് വൈകുന്നേരം പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ കൂടെ ശ്രദ്ധിച്ചാല് നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ വേറൊരു സ്വഭാവത്തിലേക്ക് പോവാതെ നല്ല രീതിയിൽ വളർത്താൻ സാധിക്കുമെന്ന് കൂടി ഈ അവസരത്തിൽ രക്ഷിതാക്കൾ ഓർപ്പിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് എല്ലാ അധ്യാപകരെയും നമ്മുടെ പഞ്ചായത്തിലുള്ള ഉൾപ്പെട്ട എല്ലാ സ്കൂളിലെ അധ്യാപകരെയും ക്ഷണിക്കുകയും അവരെ എന്തൊക്കെയാണ് നമ്മൾ സ്കൂളുകൾക്ക് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും സർക്കാരിന്റെ എല്ലാ നിർദ്ദേശങ്ങളും അവരിലേക്ക് പകരുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ സ്കൂളിന്റെ പരിസരത്ത് എക്സൈസുകാരെ ലെറ്റർ കൊടുത്ത് തന്നെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസം ഈ പരിസരത്തെല്ലാം ഒന്ന് കറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് നമ്മൾ പഞ്ചായത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ എന്ത് വേണമെങ്കിലും പഞ്ചായത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ പ്രത്യേകിച്ച് ഞാൻ വ്യക്തിപരമായി കൂടെ ഉണ്ടാവും മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് കൂടുതൽ സംസാരിക്കേണ്ടതില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത്. പഞ്ചായത്തിലേക്ക് അതിന് സന്ദേശം എത്തിച്ച് തന്നിട്ടുള്ളത്. അതോട് കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല. എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും പ്രത്യേകിച്ച് PTA HM നേതൃത്വം കൊടുക്കുന്ന നമ്മൾ നവനീത് സാർ അടക്കമുള്ള എല്ലാ അധ്യാപകർക്കും പേരെടുത്ത് പറയുന്നില്ല, എല്ലാ അധ്യാപകർക്കും പള്ളിപ്പുറം പഞ്ചായത്തിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നതോടൊപ്പം ഇവിടെ വന്ന് ചേർന്നിട്ടുള്ള മുഴുവൻ കുട്ടികളെയും പള്ളിപ്പുറം പഞ്ചായത്തിന് വേണ്ടി എന്റെ വ്യക്തിപരമായ പേരിലും നിങ്ങൾ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഔദ്യോഗികമായി എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി ഈ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഒന്ന്, മൂന്ന്, അഞ്ച് ക്ലാസ്സിലെ ടെസ്റ്റുകളൊക്കെ മാറുന്നുണ്ട്. അപ്പൊ അതില് ആരും പേടിക്കേണ്ട. കാരണം നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഈ വർഷത്തെ പുതിയ ബുക്കിലൊക്കെ ഉണ്ടാവുക. ഇന്ന് പത്രത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു ഒരു പ്രകാശനെ കുറിച്ച്. അതിലിങ്ങനെ പറയുന്നു, 15 വർഷങ്ങൾക്ക് ശേഷം 9ാം ക്ലാസ്സിൽ തോറ്റ് വീട്ടിലേക്ക് പോയ, പഠനം നിർത്തിപ്പോയ ഒരു പ്രകാശൻ 15 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സ്കൂളിലേക്ക് വരുന്നു. എന്തിനാണെന്നറിയോ? വീണ്ടും പഠിക്കാനാണ്. ആ പ്രകാശൻ എന്ന് പറഞ്ഞ അദ്ദേഹം തിരിച്ച് സ്കൂളിൽ വന്നത് അദ്ദേഹത്തിന്റെ എഴുതിയ ഒരു കവിത 7ാം ക്ലാസ്സിൽ പുതുതായി പഠിക്കുന്ന 7ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. 9ാം ക്ലാസ്സിൽ പഠനം നിർത്തിപ്പോയ ഒരു വിദ്യാർത്ഥിയുടെ കവിത ഈ വർഷം നമുക്ക് 7ാം ക്ലാസ്സിൽ പഠിക്കാനായിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇതാണ്. ഞാൻ കണ്ടതാണ്, അധ്യാപകർ നിങ്ങൾക്കായി അറിവിന്റെ പാതകൾ തുറന്നു തരും. അതിലേക്ക്
പ്രവേശിക്കേണ്ടത് നിങ്ങൾ ഓരോ വിദ്യാർത്ഥികളുമാണ്. എന്നാൽ ഇവിടെ വളരെ സൗകര്യപ്രദമായ ക്ലാസ് മുറികളും പഠനാന്തരീക്ഷവും പ്രഗത്ഭരായ അധ്യാപകരും അതോട് സഹകരിക്കാൻ PTA മാനേജ്മെന്റ് എല്ലാവരും ഇനി ഈ പുതിയ അധ്യയന വർഷത്തിൽ ഏറ്റവും നല്ല അധ്യയനം നടത്തി ഉന്നത വിജയം കരസ്ഥമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവരും ഒരല്പനേരം ചുണ്ടോട് കൂട്ടിയിരിക്കണം. ഒന്നും പറയുന്നില്ല, കുറച്ച് കാര്യം അധികം കാര്യങ്ങൾ പറയാനുണ്ട്. എങ്കിലും ചെറിയ കുഞ്ഞു കാര്യങ്ങൾ മാത്രം പറയാം. ഞങ്ങളൊക്കെ നിങ്ങളുടെ ഈ യൂണിഫോം, ഈ മനോഹരമായ യൂണിഫോം, ഈ കിരീടമൊക്കെ കാണുമ്പോൾ അത്ഭുതപ്പെടുകയാണ്, അസൂയപ്പെടുകയാണ്. ഞങ്ങളൊക്കെ സ്കൂൾ തുറന്ന് സ്കൂളിലേക്ക് ചെന്നപ്പോ ഒരു ബാൻഡിന്റെ ശബ്ദവും അവിടെ ഉണ്ടായിരുന്നില്ല, ഒരു ചെണ്ടകൊട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളെ കൈപിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകാൻ ഒരു അധ്യാപകനും ഉണ്ടായിരുന്നില്ല. ഒരു പ്രവേശനോത്സവം ഇല്ലാത്ത കാലത്ത് ഒരു കുടയില്ലാതെ, വടിയില്ലാതെ, ബാഗില്ലാതെ, പഠിക്കാൻ പുസ്തകം പോലും ഇല്ലാതെ പൊട്ട സ്ലേറ്റ് മാത്രം, പൊട്ടിയ സ്ലേറ്റ് കൊണ്ട് വിദ്യാലയത്തിലേക്ക് പോയ ആളുകളായിരുന്നു ഞങ്ങൾ, പഴയ കുട്ടികൾ. അന്ന് ആ പഴയ കുട്ടികൾ പഠിക്കാൻ പോകുന്നത് IAS-കാരാകാനല്ല, ഒന്നാം റാങ്കുകാരാകാനല്ല, അല്ലെങ്കിൽ വലിയ കളക്ടർമാരാകാനോ ഒന്നുമല്ല. എന്തിനാണ് പിന്നെ സ്കൂളിൽ പോയിരുന്നത്? സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു കയ്യിൽ പായസം കിട്ടും. പായസം നമ്മൾ കാണുന്ന ഇപ്പൊ കിട്ടുന്നത് പോലുള്ള പാലട പായസമൊന്നും അല്ല. അന്ന് കിട്ടിയിരുന്നത് ചെറുപയർ പായസം. തേങ്ങയും ശർക്കരയും ചെറുപയറും ചേർത്തുണ്ടാക്കിയ ഒരു കയ്യിൽ പായസം ഉച്ചക്ക് കിട്ടും. ആ പായസത്തിന്റെ കൊതി കൊണ്ടാണ്, ആ പായസം കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളെല്ലാം വിദ്യാലയത്തിൽ പോയിരുന്നത്. ഇങ്ങനെയായിരുന്നു. അതിലുണ്ടായി, അതിനിടയിൽ നിന്നും ചില നക്ഷത്രങ്ങളൊക്കെ അറിയാതെ ഒളിച്ചു ചേർന്നു. AR നാരായണൻ, ഇന്ത്യയുടെ രാഷ്ട്രപതി കസേരയിൽ ഇരുന്ന ഏക മലയാളി. KR നാരായണനൊക്കെ അങ്ങനെ വന്നതാ. നിരവധി പേരുണ്ട്, അതൊന്നും പറയാനുള്ള നേരമല്ല ഇത്. ഏതായാലും വളരെ ഐശ്വര്യപൂർണമായ ഒരു അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഏത് തരത്തിലുള്ള യൂണിഫോം വേണമെന്ന് പറഞ്ഞാൽ അതെല്ലാം കിട്ടും. പേനോ പെൻസിലോ നോട്ട്ബുക്കൊക്കെ കൊടുക്കാൻ ഇപ്പൊ കുട്ടികൾക്ക് വേണ്ട. ഞാൻ ഇതൊക്കെ വിതരണം ചെയ്യുന്ന പല സ്ഥലത്ത് പോകാറുണ്ട്. കുട്ടികൾ ഒരു ആവശ്യമില്ലാതെ അറച്ചറച്ചാണ് നോട്ട്ബുക്കുകളൊക്കെ കൈനീട്ടി വാങ്ങുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു കാലത്തിലേക്ക് നമ്മൾ നീങ്ങി. അത് നല്ലതാണ്. അങ്ങനെ ഒരു കാലം മാറി വരുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ആ സുഭിക്ഷതയൊക്കെ വരുമ്പോ നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കണം. സാധാരണ മഴയുടെ കയ്യിൽ പിടിച്ചാണ് ഈ ജൂൺ 1 മഴ ഉണ്ടായിരുന്നു. ഇന്ന് 3-ാം തീയതിയാണ്. ജൂൺ 1-ാം തീയതി കാലത്ത് നല്ല മഴ ഉണ്ടായിരുന്നു, കൃത്യമായിട്ട് തന്നെ വന്നു. പക്ഷേ അത് ശനിയാഴ്ച ആയതുകൊണ്ട് സ്കൂൾ തുറപ്പ് നീട്ടിവെച്ചതാണ്. ഇന്ന് മഴയില്ലെങ്കിലും മഴയുടെ അന്തരീക്ഷം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ 2 മഴപ്പാട്ടുകൾ പാടി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. മഴപ്പാട്ട് കുഴപ്പമില്ല, പാടണം. നിങ്ങളെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുകയായിരുന്നു. ഇവിടെ സ്കൂളില് ഫുൾ A+ കിട്ടി, 13 A+ കിട്ടി, എല്ലാവരും 100% കുട്ടികൾ ജയിച്ചു എന്നൊക്കെ പറയുമ്പോ എല്ലാ വിദ്യാലയത്തിലും കുട്ടികൾ ഇങ്ങനെ മാലപ്പടക്കത്തിന് തീ കൊടുത്തതുപോലെ കൈയടിക്കും. ഇവിടെ ഒരു കയ്യടിയും കേട്ടില്ല. അതുപോലെ ഇവരെല്ലാം അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ ഒരു കയ്യടിയും കേട്ടില്ല. A+കാരെല്ലാം അനുവദിച്ചപ്പോൾ ഇപ്പൊ നന്നായിട്ട് കയ്യടിക്കണം, കയ്യടിച്ചൊക്കെ പഠിക്കണം, കയ്യടിക്കാൻ ശീലിക്കണം, പാട്ട് പാടാൻ ശീലിക്കണം. അപ്പൊ ഞാൻ ഒരു 2-3 കുഞ്ഞു പാട്ട്, കുഞ്ഞു മഴപ്പാട്ട് എല്ലാവരും പാടാമോ? ഒരു ആദ്യം പാടുന്ന പാട്ട് മഴ വരാൻ വേണ്ടി അമ്മമ്മമാര് വളരെ വർഷം മുമ്പ് നമ്മളെ കൊണ്ട് പാടിച്ചിരുന്ന ഒരു പാട്ടാണ്. അസലായിട്ട് പാടിക്കോ. പുഴുപ്പല്ലം ചിറ പിടിച്ചു, കേൾക്കണ്ട. പുഴുപ്പല്ലം ചിറ പിടിച്ചു, കിഴക്കെല്ലാം മഴ പെയ്തു,
നാരങ്ങ വെടിവെച്ചു ഡം ഡിം ടോ. നല്ല പാട്ടല്ലേ? 800 കൊല്ലം മുമ്പ് അമ്മമ്മ കുഞ്ഞുങ്ങളെ കൊണ്ട് പാടിച്ചിരുന്ന, മഴ വരാൻ വേണ്ടി പാടിച്ചിരുന്ന പാട്ടാണ്. പിന്നെയും ഉണ്ട് മഴപ്പാട്ട്. കുഞ്ഞുണ്ണി മാഷെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരാളുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഒരാള്. അദ്ദേഹം ഒരു പാട്ട് എഴുതി, മഴപ്പാട്ട്. ഞാനൊന്ന് പാടിത്തരാം. മഴയുടെ എല്ലാ ഗാംഭീര്യവും 4 വരിയിൽ ഒതുങ്ങിയ ഒരു പാട്ടാണ്, കുഞ്ഞു പാട്ടാണ്. തെറ്റത്തെ ഇടിവെട്ടുന്നു, ഇടിവെട്ടുന്ന പോലെ തോന്നണം. തെറ്റത്തെ ഇടിവെട്ടുന്നു, ശുശുശു കാറ്റൊഴുതുന്നു, പെപ്പെ മഴ പെയ്യുന്നു, ഇടവമ്മിതമേ കർക്കിടകം. നല്ല പാട്ടല്ലേ? ഇതിൽ വലിയൊരു കാര്യം അടങ്ങിയിട്ടുണ്ട്, അത് ഓർക്കണം. എന്താണെന്നറിയാമോ? എന്താണ് ഈ മഴ വരുന്നതെന്നൊന്നും കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ, ആർക്കും അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ എല്ലാം കുട്ടിക്കാലത്ത് പറയും ഇടവപ്പാതി വരാറായി, ഇടവപ്പാതി വരാറായി എന്ന് പറയും. ഏതാണ് ഇടവപ്പാതി? ഇടവമാസം. മലയാളത്തിലെ ഇടവമാസത്തിന്റെ പകുതിയാവുമ്പോ മഴ വന്നു തുടങ്ങും. മിഥുനത്തിലും പെയ്യും, കർക്കിടകത്തിലും കോരിച്ചൊരിഞ്ഞ മഴയായിരിക്കും. അങ്ങനെയുള്ള കാലത്തുള്ള പാട്ടാണിത്. അപ്പൊ ആ മഴക്കാലം ഓർമ്മിക്കാൻ വേണ്ടി കൂടിയാണ് ഈ പാട്ട്. കൈയടിക്കുമ്പോ നെടുത്തെറിച്ച് പോകരുത്. ഒന്നുകൂടി പാടിക്കോ. തെറ്റത്തെ ഇടിവെട്ടുന്നു, കാറ്റൊഴുകുന്നു, പെപ്പെ മഴ പെയ്യുന്നു, ഇടവമ്മിതമേ കർക്കിടകം. രണ്ടെണ്ണം മതി. ഇത് വേറെ. അപ്പോ നല്ല സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിൽ വീണ്ടും ഈ വിദ്യാലയം നല്ല പ്രൗഢിയോടുകൂടിയാണ്, വളരെ നല്ല ആഹ്ലാദകരമായ അഭിമാനകരമായ ഒരു ഉത്സവം, പ്രവേശനോത്സവമാണ് ഇവിടെ നടക്കുന്നത്. എല്ലാവരും സന്തോഷത്തിലാണ്. ലഡുവൊക്കെ തിന്ന് മധുരമൊക്കെ പങ്കുവെച്ച് നമ്മൾ പോകാൻ പോവുക. അതിനിടയിൽ ഒരു ചെറിയ കാര്യം 5 മിനിറ്റേ ഉള്ളൂ. നമ്മളിവിടെ പറഞ്ഞല്ലോ, ഇവിടുന്ന് 13 പേര് A+ നേടി. നിങ്ങളൊക്കെ അതേപോലെ A+ നേടാൻ വേണ്ടിയാണ് ഇവിടെ സമ്മാനം കൊടുക്കും അവർക്ക്. ആരാണ് കൊടുക്കുന്നതെന്ന് അറിയാമോ? ഈ പുറകിൽ കുറെ ആളുകൾ ഇരിപ്പുണ്ട് പിന്നില്. ആ പിന്നിൽ ഇരിക്കുന്നവരെല്ലാം വലിയ ആളുകളാണ്. ഈ വിദ്യാലയത്തിൽ പഠിപ്പിച്ച് നിങ്ങളുടെ അച്ഛന്മാരെയും അമ്മമാരെയും ഈ നാട്ടുകാരെയും എല്ലാം പഠിപ്പിച്ചു വലുതാക്കിയ ആളുകളാണ്. അധ്യാപകർ മാത്രമല്ല, ഇവിടുത്തെ മറ്റെല്ലാ ജീവനക്കാരും ചേർന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ പേരാണ് ഗുഡ് സെന്റ്. അപ്പൊ ഞങ്ങൾക്കും ഈ വിദ്യാലയത്തോട് കടപ്പാടുന്ന ആളുകളാണ്. അപ്പൊ എന്തെങ്കിലും ഈ കുട്ടികൾക്ക് വേണ്ടി, സ്കൂളിന് വേണ്ടി ചെയ്യണം. ആ കൂട്ടത്തിൽ ഒരു കാര്യമാണ്, ഇവർക്കെല്ലാം ഇന്ന് സമ്മാനങ്ങൾ, A+ നേടിയവർക്ക് സമ്മാനങ്ങൾ കൊടുക്കും. എന്ത് സമ്മാനമാണ് കൊടുക്കുന്നത്? ഞങ്ങൾക്ക് അധികം കാശൊന്നുമില്ല കൊടുക്കാൻ. 1000 രൂപ വീതം കൊടുക്കും. 1000 രൂപ വീതം ഇപ്പൊ അവർക്ക് ക്യാഷ് അവാർഡായിട്ട് കൊടുക്കും. അതുപോലെ ഈ വിദ്യാലയത്തിൽ നിന്ന് 7ാം ക്ലാസ്സിൽ നിന്നും ജയിച്ചവർക്കും 1000 രൂപയുടെ ക്യാഷ് അവാർഡ് കിട്ടും. 4ാം ക്ലാസ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ കുട്ടിക്ക് ഒരു ക്യാഷ് അവാർഡ് കൊടുക്കും. അപ്പൊ അത് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ കൊടുക്കട്ടെ. ആ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ കൊടുത്തോട്ടെ. നിങ്ങൾ അതുപോലെ വാങ്ങണം. അതിനുവേണ്ടിയാണ് ഇപ്പൊ കൊടുക്കുന്നത്. ഇപ്പൊ ഇവിടെ ഒരു കാര്യം പറഞ്ഞല്ലോ, നമ്മുടെ സെബിർ സാറ് സ്വാഗതം പറഞ്ഞപ്പോൾ കാര്യം പറഞ്ഞല്ലോ. ഇവിടെ ഇതിനെല്ലാം ഞങ്ങളുടെ ഈ പ്രവൃത്തികൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ആ ടീച്ചറാണ് ഇവിടെ വന്നു ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള സമ്മാനങ്ങളെല്ലാം ഒരുക്കി കൊടുത്തത്. ആ ടീച്ചർ പെട്ടെന്ന് നമ്മളെ വിട്ടുപോയി. അൽഫോൺസ ടീച്ചർ പറഞ്ഞല്ലോ, ഞങ്ങളുടെ എല്ലാ അൽഫോൺസ ടീച്ചർ പോയി. ആ ടീച്ചറാണ് ഞങ്ങളൊന്ന് ഒരുക്കങ്ങൾ ചെയ്തിരുന്നത്. ആ ടീച്ചറിനെ ഓർമ്മിച്ചുകൊണ്ട് എല്ലാവരുടെ അനുവാദത്തോടും കൂടെ ഞാൻ ഓരോരുത്തരുടെയും പേര് വിളിക്കും. ആ പേര് വിളിക്കുമ്പോൾ ഓരോരുത്തരും കൊടുക്കേണ്ടത് ആരാണെന്ന് ഞാൻ പറയും. അതനുസരിച്ച് ഇപ്പൊ സമ്മാനദാനവും നിർവഹിക്കുക. ഓരോ കുട്ടികളുടെ പേര് വിളിച്ചു. അടുത്ത സമ്മാനം നൽകുന്നത് നിങ്ങളുടെ ടീച്ചർ, ഷോന ടീച്ചർ.
അടുത്തത് സോഫിയ ടീച്ചർ. അടുത്ത സമ്മാനം നൽകുന്നത് ഷോല ടീച്ചർ. അടുത്തത് 4ാം ക്ലാസ്സിൽ മുഴുവൻ ന്യൂസുകൾ. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.